മുജാഹിദുകൾ മംഗലാപുരത്ത് ഒരു മുഖാമുഖ പരിപാടി നടത്തുന്നുണ്ട്. ഞാനൊരൊറ്റ ക്ലിപ്പ് മാത്രം കേൾപ്പിച്ചു തരാം. മുജാഹിദുകൾ എങ്ങനെയാണ് സാധാരണ ജനങ്ങളെ പറ്റിക്കുന്നതെന്ന് അതിലൂടെ തന്നെ ചിന്തിക്കുന്നവർക്കും ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാൻ എമ്പാടും ഉദാഹരണം ഉണ്ടാവും. ഇത് അള്ള പറഞ്ഞതാണ്. അള്ളാഹു അല്ലാത്തവർ ആരെ വിളിച്ചാലും ലാ ബുർഹാന ലഹു ബിഹി, അവനത് തെളിവില്ലാന്ന് അള്ള പറഞ്ഞാൽ പിന്നെ അള്ളാനെ വെല്ലുവിളിക്കാൻ നമ്മളായിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. ഏറെ പ്രിയമുള്ളവരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് മംഗലാപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു മുഖാമുഖം സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ അലയൊലികൾ കേരളത്തിന്റെ വിവിധ നാടുകളിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ഉസ്താദിന്റെ രോദനം കേൾക്കാനിടയായത്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ കോട്ടിമാറ്റി എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അപ്പൊ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സമസ്തക്കാർ ജീവിക്കുന്നത് തന്നെ അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അപ്പൊ അവർക്ക് സ്വാഭാവികമായും പ്രയാസങ്ങൾ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്ന് മാലിക് സലഫി ഉസ്താദിന്റെ ഒരു വീഡിയോ എടുത്ത് ക്ലിപ്പാക്കിയിട്ട് അതിൽ കോട്ടിമാറ്റുകയാണ് ചെയ്യുന്നത്. ഉസ്താദ് വളരെ കൃത്യമായി ആ കാര്യത്തെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, ഇത് അള്ള പറഞ്ഞതാണെന്ന് പറയാൻ, സ്വന്തം കാര്യം പറയലല്ല, തോന്നിയത് പറഞ്ഞതല്ല, മറിച്ച് അള്ള പറയുന്നതാണ് എന്ന് പറഞ്ഞ് കൃത്യമായി കാര്യത്തെ അവതരിപ്പിക്കുമ്പോൾ അല്ലല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? ആർക്കറിഞ്ഞുകൂടാത്തത്? അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തെളിവുമില്ല, വിശുദ്ധ ഖുർആനിലോ സുന്നത്തിലോ ഇല്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ രോദനം എന്തെന്നറിയോ? ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നിട്ട് ഇവരൊക്കെ കോട്ടി മാറ്റുന്ന വേറൊരു സംഗതിയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല, എന്നാൽ ഞങ്ങൾ ഇസ്തിഗാസയാണ് ചെയ്യുന്നത് എന്ന്. ഇസ്തിഗാസ എന്ന ഓമരപ്പേരിട്ട് ഞങ്ങൾ ഇസ്തിഗാസയാണ് ചെയ്യുന്നത്, നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതല്ല എന്ന് പറയുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഫത്താവ മുഹീസ് സുന്നയിൽ നിങ്ങളുടെ ഉസ്താദായ പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അദ്ദേഹം എഴുതി വെച്ചത് എന്താണ്? അതിൽ കൊടുത്ത ചോദ്യവും ഉത്തരവും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ കാണിക്കുകയാണ്. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കാണാതെ പോലെ നടിക്കുകയാണെങ്കിൽ ജനങ്ങളെ കാണിക്കുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് സ്ക്രീനിൽ അതിന്റെ ഫോട്ടോ കാണാൻ കഴിയും, അതിന്റെ പേജ് നമുക്ക് കാണാൻ കഴിയും. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കുക. എന്താണ് ചോദ്യം? മുഹയ്യദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ, ബദിരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? എന്താണ് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നാണ് അടിവരയിടേണ്ട വാചകമാണ്. എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ എന്നാണ് ചോദ്യം. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട്. ചോദ്യത്തിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്: അങ്ങനെ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആനിലോ സ്വഹീഹായ ഹദീസിലോ തെളിവുണ്ടെങ്കിൽ ആ തെളിവ് പറഞ്ഞു തരണം, ആയത്തോ ഹദീസോ വ്യക്തമാക്കണം എന്നാണ് ചോദ്യം. ഉത്തരം എന്താണെന്നറിയോ? ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കലല്ല, ഇസ്തിഗാസയാണെന്ന് പറഞ്ഞ് അതിനെ ഉത്തരം ആ രൂപത്തിലല്ല കൊടുത്തത്. മറിച്ച് കൊടുത്ത ഉത്തരം എന്തെന്നറിയോ? വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണ്. ചോദ്യത്തിൽ നിന്ന് ഉത്തരത്തിലേക്ക് വരാൻ. ചോദ്യം എന്തായിരുന്നു? വിളിച്ചു പ്രാർത്ഥിക്കൽ, മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? അപ്പൊ അതിൽ നിന്ന് ഉത്തരം പറയുകയാണെങ്കിൽ അനുവദനീയമാണ് എന്നാണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, ഒരിക്കലും ഇസ്തിഗാസ എന്നതല്ല. നിങ്ങൾ എത്ര ഇസ്തിഗാസ എന്ന് ഓമന പേരിട്ട് വിളിച്ചാലും ശരി, നിങ്ങളുടെ ആ വിളി പ്രാർത്ഥന തന്നെയാണ്. ആ വിളി പ്രാർത്ഥന എന്നതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ കൊടുത്തിരിക്കുന്നത് അത് അനുവദനീയമാണ്. എന്നിട്ട് ഖുർആൻ ദുർവ്യാഖ്യാനിക്കുന്നത് ആര് എന്ന് നിങ്ങൾ തന്നെ പഠിച്ചോളി, നിങ്ങൾ മനസ്സിലാക്കിക്കോളി. സൂറത്തു മാഇദയിലെ 55-ാമത്തെ ആയത്തെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവ് അദ്ദേഹം ഉദ്ധരിക്കാണ്. അപ്പൊ ആരാ വിശുദ്ധ ഖുർആനെ വളച്ചൊടിക്കുന്നത് എന്നും ദുർവ്യാഖ്യാനിക്കുന്നതെന്നും ജനങ്ങളെ പറ്റിക്കുന്നതെന്നും നിങ്ങളുടെ ഫത്താവ മുഹയ്യിസ് സുന്നയിലെ ഒരു പേജിന്റെ ഒരു ഭാഗം വായിച്ചാൽ മാത്രം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഈ പേജിൽ മാത്രമല്ല, നിങ്ങൾ തന്നെ പറഞ്ഞു വെച്ച, പ്രസംഗിച്ചു വെച്ച എത്ര ക്ലിപ്പുകൾ നമുക്ക് കാണിക്കാൻ കഴിയും. അതിന്റെ സാമ്പിളായി എന്തെങ്കിലും 1-2 ഒക്കെ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾ അതുകൊണ്ട് തൃപ്തിയടയുക. നിങ്ങളുടെ ഇസ്തിഗാസയുടെ കോലവും രൂപവും നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ പറയുക, ഇത് ഇസ്തിഗാസയാണോ പ്രാർത്ഥനയാണോ, ഇത് അനുവദിക്കപ്പെട്ടതാണോ എന്ന് നിങ്ങളൊന്ന് വിലയിരുത്തുക. നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല.
എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല. നിങ്ങൾ എന്റെ കൈവിടല്ലേ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രാർത്ഥനയും ഇസ്തിഗാസയാണ്. അപ്പൊ ഷിർക്ക് എന്ന ഒരു സംഗതി തന്നെ ഇല്ല എന്ന് നിങ്ങൾ വാദിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇപ്പൊ ഏതായാലും സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സത്യ അന്വേഷികളെ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് മടങ്ങൂ, അള്ളാഹുവിലേക്ക് മടങ്ങൂ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്കല്ല പോരെ എന്ന് അള്ളാഹ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ റബ്ബിനോട് മാത്രമായിരിക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്, അതാണ് പ്രവാചകൻ പഠിപ്പിച്ചെന്നത്. ആ മതത്തിലേക്ക്, ആ ദീനിലേക്ക് നമ്മൾ തിരിച്ചു മടങ്ങൂ, ഇസ്ലാമിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കൂ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായി നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.